റജബ് മാസത്തെ കുറിച്ചിട്ട് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരുപാട് പവിത്രതകൾ. അല്ലാഹുവിന്റെ മാസങ്ങളിൽ നിന്ന് ശ്രേഷ്ഠമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരു മാസമാണ് പവിത്രമായ റജബ് മാസം എന്നുള്ളത്. റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ പറയാം. അല്ലാഹുവേ നീ മാറ്റി തരണേ റഹ്മാനേ. റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ എല്ലാ സങ്കടങ്ങൾക്കും നീ പരിഹാരം നൽകണേ റഹ്മാനേ. റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത ഇൻഷാ അല്ലാഹ് ഒരു ചരിത്രത്തിലൂടെ നമ്മൾ തുടങ്ങുകയാണ്. ഒരു സുന്ദരമായ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരികയാണ്. റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയും റജബ് മാസത്തിന്റെ പവിത്രതയും മനസ്സിലാക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ എന്റെ ഇന്നത്തെ വിഷയം ആരംഭിക്കുകയാണ്. മഹാനരായ അല്ലാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കളിൽ നിന്ന് ഏറ്റവും പ്രമുഖരാണ്, ഏറ്റവും വലിയ അല്ലാഹു വലിയ ദറജ കൊടുത്ത നേതാവാണ് ത്വഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുത്തുനബിക്ക് പുറമെ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ നിന്ന് അല്ലാഹു സ്ഥാനപ്പേരുകൾ വിളിച്ച മഹാന്മാരായ അമ്പിയാക്കന്മാരുണ്ട്. ഖലീലുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു എന്റെ കൂട്ടുകാരൻ എന്ന നാമപ്പേര് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. റൂഹുല്ലാഹി ഈസാ, പ്രിയപ്പെട്ട പിതാവിന്റെ സ്പർശനമില്ലാതെ ഉമ്മയുടെ ഉദരത്തിന്റെ അകത്ത് വളർന്ന മറിയം ബീവി എന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ ഉദരത്തിന്റെ അകത്ത് വളർന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഭർത്താവില്ലാതെയാണ് അല്ലാഹു മറിയം ബീവിക്ക് മക്കളെ കൊടുത്തത്. അല്ലാഹുവേ ഭർത്താവ് എന്ന തടസ്സത്തെ നീക്കിയിട്ട് മറിയം ബീവിക്ക് മക്കളെ കൊടുക്കാൻ കഴിവുള്ള അല്ലാഹ്, എത്രയോ ചെറുപ്പക്കാരികൾ മക്കളില്ലാതെ ഡോക്ടർമാർ പലർക്കും തടസ്സങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ട് അവർക്ക് സ്വലാഹിയത്തുള്ള മക്കളെ നീ നൽകണേ റഹ്മാനേ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അൽഹംദുലില്ലാഹ് ഇന്ന് 3 സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. 3 സന്തോഷ വാർത്ത, മക്കളുണ്ടായ 3 സന്തോഷ വാർത്ത. അൽഹംദുലില്ലാഹ് ഇനിയും കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. ഇനി അല്ലാഹു തൗഫീഖ് തരട്ടെ. 172ഓളം സന്തോഷ വാർത്തകൾ അല്ലാഹുവേ നീ കബൂലാക്കണം, സ്വീകരിക്കണേ റഹ്മാനെ. പറഞ്ഞു വരുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു പ്രത്യേകതയുണ്ട്, വലിയ കഴിവുകൾ അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ റൂഹ്, ആ പേരിൽ തന്നെ ഒരു അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റൂഹ്, അല്ലാഹുവിന്റെ ആത്മാവ്, അല്ലാഹുവിന്റെ റൂഹ് എന്ന ഓമന പേരിട്ട മഹാനരായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന പ്രവാചകനാണ്. ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം, ചരിത്രം നല്ലതുപോലെ തുടക്കം മുതൽ നല്ലതുപോലെ. ഇന്നൊരു ദിക്ർ പറഞ്ഞു തരുന്നുണ്ട്, ഏറ്റവും വലിയ മഹത്വമുള്ള ദിക്ർ. റജബിന്റെ ഓരോ ദിവസങ്ങളിൽ നമ്മൾ ആ ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു വലിയ മഹത്വം തരും, വലിയ പവർ. ചെയ്തു പോയ പാപക്കറകളെ മുഴുവനും പൂർത്തിക്കപ്പെടുന്ന നമ്മുടെ തിന്മയുടെ ഏടുകളെ മലക്കുകളോട് അല്ലാഹു കരിച്ചു കളയാൻ വേണ്ടി ഉപദേശിക്കുന്ന ഒരു പവറുള്ള ദിക്ർ റജബിൽ നമ്മൾ ചൊല്ലണം. ഇന്ന് ഇൻഷാ അല്ലാഹ് ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ യാത്ര പോവാണ്. വല്ലാതെ യാത്ര ചെയ്യുന്ന, നമ്മളൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്. യാത്ര ഇഷ്ടപ്പെടാത്തവരാരില്ലല്ലോ. ചില ആളുകളുണ്ട് ആ വണ്ടി കയറി പോകുന്ന വാഹനത്തിൽ കയറുമ്പോൾ അവർക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? അപ്പോ രാവിലെ എന്തൊക്കെയാ കഴിച്ചെന്നില്ലേ വണ്ടിയിൽ കാണാൻ കഴിയും. ചില ആളുകൾക്ക് അല്ലാഹു ആ അസുഖം മാറ്റി കൊടുക്കട്ടെ. അതിനെന്ത് ചെയ്താൽ മതി? നമ്മള് ഞാൻ ഇന്ന് ഛർദിക്കൂല എന്നാണ് തീരുമാനിക്കുക. വാഹനത്തിൽ കയറി ഞാൻ ഇതെങ്ങനെ നാരങ്ങ കുറ്റിയും അതല്ലെങ്കിൽ വിക്സും മറ്റുമായിട്ട് ഇങ്ങനെ കൈ പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ തീരുമാനിച്ചാൽ നടക്കും. നമ്മളെ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ മതി. ഞാനിന്ന് വാഹനത്തിൽ കയറാൻ ഛർദിക്കൂല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് വാഹനത്തിൽ കയറിയാ ഛർദിക്കോ ഒരു കേസായിട്ട് ഇങ്ങനെ നടക്കുക. പ്രയാസപ്പെടേണ്ട, അല്ലാഹു അത് മാറ്റി തരട്ടെ. പക്ഷെ നമ്മളെ മനസ്സുകൊണ്ട് അത് മാറ്റാൻ കഴിയുന്ന ഞാൻ പറയണം. മനസ്സുകൊണ്ട് അത് മാറ്റാൻ കഴിയും. നമ്മൾ മനസ്സിൽ തീരുമാനിക്കുക ഞാനിന്ന് ഛർദിക്കൂലെന്ന്, ഞാനിന്ന് ഛർദിക്കൂല, എന്ത് തന്നെ വന്നാലും വേണ്ടില്ല, ഞാനിന്ന് ഛർദിക്കൂല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ഛർദിക്കാൻ കഴിയൂല. അതങ്ങനെയാണ്. നിങ്ങളൊന്നും അങ്ങനെ തീരുമാനിച്ചു നോക്കേണ്ടി, അങ്ങനെ നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി.
അപ്പോ യാത്ര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? യാത്ര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ദൂരത്തേക്ക് യാത്ര പോവാം, പുറത്തേക്കൊന്ന് പോവാം. ഭർത്താക്കന്മാരെ ഭാര്യമാരെ ഇടക്കൊക്കെ ഒന്ന് സിയാറത്തിന് ഇടക്കൊക്കെ ഒന്ന് യാത്രക്ക് കൊണ്ടോണം. കാരണം നമ്മൾ എല്ലാ സ്ഥലത്തും ഇറങ്ങും, നമ്മൾ ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും ഇറങ്ങും. ആ പാവങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ കടന്നിട്ട് ഇങ്ങനെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അടുക്കള റൂമിൽ അടുക്കള 2 ബെഡ്റൂം അങ്ങനെയല്ല അവരെ യാത്ര. അങ്ങനെ ആവരുത്. അവരെ ഇടക്കൊന്ന് ഒഴിവുണ്ടാവുമ്പോൾ ഇങ്ങനെ യാത്രക്ക് ഒന്ന് കൊണ്ടുപോവുക. അറിവിന്ദിലാവ് തുടങ്ങാനാകുമ്പോൾ വീട്ടിൽ ഇങ്ങനെ തിരിച്ചെത്തുക, അതൊരു സന്തോഷമാണ്. അപ്പോ ഇടക്കൊന്ന് ഇങ്ങനെ യാത്ര പോവുക. ഇടക്കൊക്കെ കേട്ടോ, ഇപ്പൊ യാത്ര ചുരുക്കേണ്ട ടൈമാണ്. അപ്പൊ ഇടക്കൊക്കെ ഒന്ന് യാത്ര പോവുക. എപ്പോഴും അല്ല, ഇടക്ക്. എന്നാൽ ചില ആളുകളുണ്ട് ഭർത്താക്കന്മാരെ ഹോബിക്കായിട്ട് ചെലവഴിക്കുന്ന യാത്രയോട് യാത്ര മാത്രം, വേറെ ഒന്നുമില്ല. വീട്ടിൽ ശ്രദ്ധിക്കണ്ട. ചില അമ്മായിമാരെ മക്കളെ പറ്റി പറയില്ലേ, ഓള് ഞങ്ങളെ വീട്ടിൽ എന്നും മരുവളാ. കാരണം എന്താ, ഒരു മരുവള് വീട്ടിലേക്ക് വന്നിട്ട് കുറെയൊക്കെ കാലം കഴിയുമ്പോ അതൊരു സന്തോഷമാവല്ലോ, ഒരു മോളെപ്പോലെ ആവല്ലോ. ഓളൊന്നും മരുവള, കാരണം ഓളൊന്നും യാത്രയാണ്, ഓളൊന്നും വീട്ടിൽ നിന്ന് പുറത്താണ്. ഓളെ വർത്താനം തന്നെ അറിയില്ല. അങ്ങനെയാവരുത്. എന്നും യാത്രയാവും. ഇടക്കൊക്കെ ഒന്ന് യാത്ര പോവാം. യാത്ര പോകുമ്പോ മനസ്സിന് റാഹത്താണ്, ടെൻഷൻ പോകും. അല്ലാതെ ടെൻഷൻ അടിക്കാൻ വേണ്ടി, ടെൻഷൻ പോകാൻ വേണ്ടി വേഗം ചെന്ന് കുപ്പി പൊട്ടിക്കല്ല വേണ്ടിയത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതെന്ത് ടെൻഷനാ മാറാ, അതെന്ത് അതിലെങ്ങനെ ടെൻഷൻ മാറാം? അല്ലാഹു അലം. അപ്പോ യാത്ര പോയാൽ മനസ്സിനൊരു സമാധാനമാണ്, സിയാറത്ത് പോയാൽ മനസ്സിനൊരു സമാധാനമാണ്. നമ്മൾ പറയല്ലേ, അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ മനസ്സിനൊരു സമാധാനം അറിയില്ലേ? അതേ പ്രകാരം യാത്ര പോകുമ്പോ മനസ്സിലെ ടെൻഷനൊക്കെ ഒന്ന് പോകും. വീട്ടിൽ എന്നും രോഗിയാണ്, വീട്ടിൽ എന്നും പ്രയാസമാണ്, എന്നും തലവേദന, എന്നും രോഗിയാണ്. പോലെ കയറ്റി അടക്കൊന്ന് മടവൂരൊക്കെ ഒന്ന് പോവുക. മടവൂർ ശൈഖുനാനൊക്കെ ഒന്ന് പോയി സിയാറത്ത് ചെയ്യുക. CM സെന്ററിലൊക്കെ ഒന്ന് കേറുക. അല്ലാഹുവേ, മഹത്തായ സ്ഥാപനങ്ങളിലൊക്കെ ഒന്ന് കേറുക. മഹാന്മാരായ ഉസ്താദുമാരെ സമീപത്തൊക്കെ ഒന്ന് പോവുക, ഒന്ന് സിയാറത്ത് ചെയ്യുക, ഒന്ന് റാഹത്തിൽ ഒന്ന് തിരിച്ചു വരെ. എന്തൊരു സമാധാനം ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കി, തമാശയല്ല, അതങ്ങനെ തന്നെയാണ്. യാത്ര പോകുമ്പോ ഒരു സമാധാനം. കുടുംബക്കാരെ വീട്ടിലേക്ക് ഒന്ന് ഇടക്കൊന്ന് പോയി കൊടുക്കുക. എപ്പോഴും വേണ്ട, എപ്പോഴും പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വരുമ്പോത്തിന് ഓല ഒന്ന് പോകും. അപ്പൊ അങ്ങനെയാവരുത്. നിങ്ങൾ എന്നാ പോണെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുത്തരുത്. ഇടക്കിടക്കൊക്കെ ഒന്ന് പോവുക. ഇടക്കൊക്കെ ഒന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുക. അവര് വരുമ്പോ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അതൊക്കെ ഒരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം, ആ ഒരു റാഹത്തും അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു തിരിച്ചു തരട്ടെ. ഒരൊറ്റ കുടുംബം പിണങ്ങി കഴിയുന്ന കുടുംബം ഉണ്ടാവരുത്. അറിവിന്ദിലാവിന്റെ ഒരൊറ്റ കുടുംബങ്ങളും എന്തിന്റെ പേരിലാണെങ്കിലും വേണ്ടില്ല, എന്തിന്റെ പേരിലാണെങ്കിലും വേണ്ടില്ല, മിണ്ടാത്തൊരു കുടുംബം ഈ സദസ്സിൽ ഉണ്ടാവരുത്. ഏതെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ മാറ്റം വരുത്തണം. വാട്സപ്പിലെങ്കിലും ഒരു അസ്സലാമു അലൈക്കും അയച്ചു കൊടുക്കണം. പിണങ്ങിക്കഴിയുന്ന ഒരു കുടുംബം ഉസ്താദ് സ്നേഹത്തോടെ പറയാം. എത്രയോ കുടുംബങ്ങൾ ഇവിടെ വന്ന് സന്തോഷം പറഞ്ഞ അനുഭവം എനിക്ക് പറയാനുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20ലേറെ കുടുംബങ്ങൾ അറിവിന്ദിലാവിന്റെ പ്രഭാഷണം കേട്ടിട്ട് 20ലേറെ കുടുംബങ്ങൾ വർഷങ്ങളായി പിണങ്ങിക്കഴിഞ്ഞ കുടുംബങ്ങൾ ഒന്നിച്ച ചരിത്രം ഇപ്പോഴും എനിക്ക് പറയാനുണ്ട്. ഞാൻ നേരിട്ട് മസ്ലഹത്താക്കിയ ചരിത്രങ്ങൾ ഇപ്പോഴും എനിക്ക് പറഞ്ഞു തരാനുണ്ട്. നിങ്ങൾ പിണങ്ങിക്കഴിയരുത് പ്രിയപ്പെട്ട. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വണ്ടി ആവുമ്പോ തട്ടും മുട്ടും, അതേപോലെ കുടുംബമാവുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പിണങ്ങിക്കഴിയരുത്, ആരോടും പിണങ്ങിക്കഴിയരുത്. മിണ്ടണം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഉസ്താദേ, നമ്മൾ ഒന്നും ചെയ്യണ്ട. ഈ പ്രഭാഷണം കേൾക്കുന്ന മുത്തു മുഅ്മിനീങ്ങളോട് ഒരു അനിയന്റെ സ്ഥാനത്ത് നിന്ന്, ഒരു ഉസ്താദിന്റെ സ്ഥാനത്ത് നിന്ന്, അതല്ല, നിങ്ങളെ വീട്ടിലെ ഒരു അംഗമായി നിങ്ങൾ എന്നെ കാണുക. നിങ്ങളെ വീട്ടിലെ ഒരു അംഗമായിട്ട് 4 മക്കളുള്ള ഉമ്മ ഒരു 5ാമത്തെ മോനായി നിങ്ങൾ എന്നെ കാണാം. 3 മക്കളുള്ള ബാപ്പ ഒരു 4ാമത്തെ മോനായി നിങ്ങൾ എന്നെ കാണാം. എന്റെ ഉമ്മ ഖബറിലാണ്, നിങ്ങൾ എന്നെ മോനായി കാണാം. ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്റെ ഉമ്മയായിട്ടാണ് കാണുന്നത്. അള്ളാഹു നമ്മുടെ ഈ ബന്ധം അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കട്ടെ. എന്റെ ഉമ്മാന്റെ ആണ്ടാണ് ഈ മാസം വരുന്നത്, റജബ് മാസം. ഇൻഷാ അല്ലാഹ് നിങ്ങളോട് ഞാൻ പറയും, നിങ്ങളൊക്കെ ഉമ്മാക്ക് കഴിയുന്നത് യാസീൻ ഓതണം. എന്റെ ഉമ്മാന്റെ ആണ്ടാണ്, ഉമ്മ മരിച്ച മാസമാണ് റജബ് മാസം. ഇൻഷാ അല്ലാഹ് അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങളോട് ഞാൻ പറയും, നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു യാസീൻ ഓതി വെക്കണം. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറഞ്ഞു തരും. അതിന് നമുക്ക് ലൈവിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രോഗ്രാം നടത്താം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു മോനെ പോലെ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാം. ഒരു മോനെ പോലെ കേട്ടിട്ട് ഏതെങ്കിലും കുടുംബം പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ മിണ്ടണം. അവരിങ്ങോട്ട് മിണ്ടോ നിങ്ങൾ നോക്കേ വേണ്ട, ഇങ്ങോട്ട് മിണ്ടോ നോക്കേ വേണ്ട. അങ്ങോട്ട് മുണ്ട്, അങ്ങോട്ട് സലാം പറയാം. അങ്ങോട്ട് നിങ്ങൾ സലാം പറഞ്ഞിട്ട് മിണ്ടിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വരെ ഈ മജ്‌ലിസുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. കാരണം എന്താണോ, പിണങ്ങി കൈകൊണ്ട് എന്ത്
കിട്ടാനാ നമുക്ക്? നിങ്ങൾ ആലോചിക്കുക, ഇനി റമദാനാ വരുന്നത്. റജബ് കഴിഞ്ഞാൽ റജബ് എന്ന തോണിയിലാണ് നമ്മളുള്ളത്. ശഅബാൻ എന്ന പുഴയിലൂടെ നീന്തിയിട്ട് തോണി മറിയാതെ നമുക്ക് അക്കരക്കെത്തണം. അക്കരെ പച്ചയാകുന്ന റമദാനിന്റെ തീരത്തേക്ക് എത്തണമെങ്കിൽ അറബിന്ദിലാവിന്റെ കുടുംബങ്ങളോട് സ്നേഹത്തോടെ പറയാണ്, കുടുംബത്തിൽ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്, പക്ഷേ ഇണങ്ങണം, മിണ്ടണം. അവിടെയാണ് നമ്മുടെ വിജയം. പറഞ്ഞു വരുന്നത്, യാത്ര പോകുമ്പോ മനസ്സിനൊരു സമാധാനമാണ്. വിഷമങ്ങളൊക്കെ ഉണ്ടാവും, ഇടക്കൊന്ന് യാത്ര പോയിട്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറെ യാത്ര ചെയ്ത പ്രവാചകനാണ്. യാത്ര ചെയ്ത അനുഭവങ്ങൾ, അത്ഭുത ചരിത്രങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഒരു ദിവസം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ യാത്ര പോവാണ്. അപ്പൊ സൂറത്തുൽ കഹ്ഫ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാലോ, യാത്രയുടെ വിശുദ്ധമായ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ യാത്ര ചെയ്ത ചരിത്രം. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ അങ്ങനെ യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, യാത്രക്കടയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പ്രകാശിക്കുന്ന ഒരു മണ്ണ് കണ്ട്, അതൊരു അത്ഭുതമാണല്ലോ അല്ലെ? യാത്രയിൽ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മളത് വീക്ഷിക്കും. ഇപ്പൊ നമ്മൾ യാത്ര പോകുമ്പോ സഹോദരിമാര്, ചില സഹോദരിമാരട്ടോ, എല്ലാവരല്ല, യാത്ര പോകുമ്പോ എവിടെയെങ്കിലും നല്ല ഷോപ്പ് വന്നു, ചില മാള് വന്നു, അതൊക്കെ ഒരു കണ്ടുപിടിക്കും. നമുക്ക് അവിടെ നിന്ന് കയറല്ല, എന്തോ ഒരു രസം, എന്തോ ഒരു ഫാമിലി, മാഷാ അല്ലാഹ്, അവിടെ നിന്ന് കയറിയേക്കല്ലേ. അപ്പോ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്, ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. യാത്രയിൽ നമ്മൾ അങ്ങനത്തെ അത്ഭുതം കാണുമ്പോൾ നമ്മളവിടെ ചില ഭർത്താക്കന്മാരുണ്ട്, ചിലപ്പോ ഷോപ്പൊന്നും കാണുമ്പോ ഓല് അത് ശ്രദ്ധിക്കേ, ഓല് കണ്ടിട്ടുണ്ടാവില്ല, ഓല് കേട്ടിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ചില വളവന്മാർ അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ ആവാനും പാടില്ല. യാത്ര പോകുമ്പോ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം, അതൊരു സന്തോഷമാണ്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര ചെയ്തപ്പോ യാത്രക്കടയിൽ ഒരു പ്രകാശിക്കുന്ന ഒരു സംഗതി കണ്ടപ്പോ, എന്താ ഒരു പ്രകാശിക്കുന്നത്, എന്താ റബ്ബയാ കാണുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രകാശിക്കുന്നതിന്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി നോക്കി. യാത്രക്കടയിലല്ലേ കാണുന്നത്? അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എന്താ പ്രകാശിക്കുന്നത് കാണുന്നത് എന്നറിയാൻ വേണ്ടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയി നോക്കി. അതൊരു പർവ്വത, ഒരു മല. നമ്മളെ നാട്ടിലേക്ക് കണ്ടില്ലെങ്കിൽ ഒരു പർവ്വതം, പക്ഷെ ഇത് സാധാരണ പർവ്വതമല്ല. എന്തോ ഒരു പ്രകാശം, എന്തോ ഒരു സുന്ദരമായ പ്രകാശം, വല്ലാത്ത ലൈറ്റ് അടിക്കുന്ന, വല്ലാത്ത പ്രകാശിക്കുന്ന ഒരു പർവ്വതം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടപ്പോ, അല്ലാഹുവേ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പർവ്വതത്തിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ഇതെന്തോ ഒരു അത്ഭുതമാണ് ഇതെന്തൊരു അത്ഭുതമാണ് റബ്ബേ, അത്ഭുതമാണ് റബ്ബേ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പർവ്വതത്തിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവേ, എത്രയോ പർവ്വതങ്ങൾ ഈ ഭൂമിയുടെ പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അല്ലാഹ്, പക്ഷേ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രകാശിക്കുന്ന പർവ്വതം ഞാൻ കാണുന്നത്. ഇങ്ങനെ മനോഹരമായ പ്രകാശിക്കുന്ന ഒരു പർവ്വതം ഞാൻ കാണുന്നതെന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സുകൊണ്ട് പറയുകയാണ്. യാത്ര ചെയ്യുമ്പോ ഒരുപാട് അത്ഭുതങ്ങൾ കാണാറില്ലേ നമ്മള്? വലിയ വലിയ മലകൾ കാണാറില്ലേ? വലിയ വലിയ പർവ്വതങ്ങൾ കാണാറില്ലേ? സുന്ദരമായ പൂന്തോട്ടങ്ങളും കവാടങ്ങളും ബിൽഡിങ്ങുകളും കാണുമ്പോ കണ്ണിനെ അമ്പരിപ്പിക്കുന്നതായ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോ ആ കാണുന്നിടത്തെല്ലാം നമ്മൾ ഇറങ്ങാറുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രകാശിക്കുന്ന പർവ്വതം കണ്ടപ്പോ ആ പർവ്വതത്തിന്റെ സമീപത്തേക്ക് നടന്നു ചെല്ലുകയാണ്. ഇല്ല അല്ലാഹ്, ഇങ്ങനെ ഒരു പ്രകാശം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല റഹ്മാനെ. ഇങ്ങനെ ഒരു പ്രകാശിക്കുന്ന പർവ്വതം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ലാഹ്. എത്രയും നല്ല മനോഹരമായ പ്രകാശം വരുന്ന ഒരു പർവ്വതത്തെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല റബ്ബേ.
ആ പർവ്വതത്തെ കണ്ടപ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹ് ആ പർവ്വതത്തോട് എനിക്കൊന്ന് സംസാരിക്കണമല്ല, ആ പർവ്വതത്തോട് എനിക്കൊന്ന് സംസാരിക്കണമല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്മാരങ്ങനെയാണ്, പർവ്വതങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ളവരാണ്, മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ ചരിത്രം അറിയാമല്ലോ. മക്കയുടെ മണ്ണിൽ, മദീനയുടെ മണ്ണിൽ എനിക്ക് സലാം പറഞ്ഞിരുന്ന കല്ലുണ്ടായിരുന്നു എന്ന് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ. അവര് നമ്മളെ പോലെയല്ലല്ലോ ചെറുപ്പക്കാരാ, അവര് നമ്മളെ പോലെയല്ലല്ലോ കൂട്ടുകാരാ. അവരോട് പർവ്വതങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, കല്ലുകൾ സലാം പറഞ്ഞിട്ടുണ്ട്, മരങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാര് സാധാരണക്കാരല്ല, പ്രവാചകന്മാര് അത്ഭുതങ്ങളുള്ളവരാണ്. അല്ലാഹു മുഅ്ജിസത്ത് നൽകിയവരാണ്, അല്ലാഹു കഴിവുകൾ നൽകിയവരാണ്. അറിയില്ലേ പ്രിയപ്പെട്ടവരെ, മുത്ത് ഹബീബായ തങ്ങളെ മുമ്പിലേക്ക് ഒരു തള്ളമാൻപേട വന്നുകൊണ്ട് കാട്ടിൽ നിന്ന് ഓടി വന്ന കുഞ്ഞുമാൻപേടക്ക് പാല് കൊടുക്കാൻ വേണ്ടി, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മുത്തു റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞ ചരിത്രോ എന്റെ അറിവിൻ നിലാവിന്റെ കുടുംബങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ അങ്ങനെയാണ്, അവർ അത്ഭുതം കാണിച്ചവരാണ്, അവർക്ക് അല്ലാഹുവിനെ കഴിവുകൾ നൽകിയവരാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതത്തോട് സംസാരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് ഈ പർവ്വതത്തോട് എനിക്കൊന്ന് സംസാരിക്കണമല്ല. ചൈന വൻമതിലാണ്, അത്ഭുതമുള്ള വൻമതിലെന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് കാണുന്ന, നമ്മുടെ കണ്ണിനെ കൊണ്ട് കാണുന്ന അത്ഭുതങ്ങളെക്കാൾ പടച്ച തമ്പുരാൻ ഒരുപാട് അത്ഭുതങ്ങളെ ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട് കൂട്ടുകാരാ, ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരാ. ചരിത്രങ്ങൾ അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രകാശിക്കുന്ന പർവ്വതം കണ്ട സമയത്ത് അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ ഈ പർവ്വതത്തോട് എനിക്കൊന്ന് സംസാരിക്കണമല്ല, നീ എനിക്ക് സമ്മതം തരണമല്ല. അല്ലാഹുവേ, അല്ലാഹു പറയുകയാണ്, നബിയെ നിങ്ങൾ സംസാരിച്ചു കൊള്ളുക നബിയെ, ആ പർവ്വതത്തോട് നിങ്ങൾ സംസാരിക്കുക, എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കോ നബിയേ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം മഹാനായ തൈമ ഉസ്താദ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. റൂഹുൽ ഈസ നടന്നു പണ്ടൊരു മലമുകൾ, അത് മുഴുവനും ജോലിക്കുന്നതാടൻ പാറുകൾ, എന്നോട് സംസാരിക്കുവാൻ നീ ജബലിനെ കൊടുക്കണമേ കഴിവും സുവാല് ജവാബിനെ എന്നുള്ളൊരാഗ്രഹം നബി അവർക്കുണ്ടെന്ന് റബ്ബോടെ പ്രാർത്ഥന ചെയ്തു കൈ ഉയർത്തുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവേ എനിക്ക് പർവ്വതത്തോട് സംസാരിക്കണം, ആ പർവ്വതത്തിന് സംസാരിക്കാനുള്ള കഴിവ് നീ ആ പർവ്വതത്തിനൊന്ന് നൽകണേ അല്ലാഹു പറഞ്ഞു, നബിയെ നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ ആ പർവ്വതത്തോട് എന്ത് വേണമെങ്കിലും ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കൂ, സംശയം തീർക്കാമല്ലോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പർവ്വതത്തോട് ചോദിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, പർവ്വതമേ നിന്റെ വിശേഷം എന്താണെന്ന് പറഞ്ഞു തരുമോ? പർവ്വതമേ നിന്റെ വിശേഷം എന്താണ്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ ആരാണെന്നറിയോ? റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ്, പരിശുദ്ധ ദീനിന്റെ കാവൽഭടനാണ്. എനിക്ക് അല്ലാഹു ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. ഒരുപാട് രോഗികൾ എന്റെ മുമ്പിൽ ഒന്ന് സങ്കടം പറയുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടങ്ങ് ഊതിയാൽ അവരുടെ രോഗം
രോഗം മാറുമായിരുന്നു. വെള്ളപ്പാടുള്ള രോഗികൾ വന്ന് എന്റെ മുമ്പിൽ പരാതി പറയുമ്പോ ഞാനൊന്ന് തടവിക്കൊടുത്താൽ അവരുടെ രോഗം മാറുമായിരുന്നു. അത്രയും വലിയ കഴിവുള്ള പ്രവാചകനാണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പർവ്വതത്തോട് പറയാണ്, പർവ്വതമേ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, നിന്റെ വിശേഷം എന്താണ്? അല്ലാഹുവേ, പർവ്വതം അവിടുന്ന് പറയുകയാണ്, അൽഹംദുലില്ലാ, നല്ല വിശേഷമാണ് തങ്ങളെ, നല്ല വിശേഷമാണ് തങ്ങളെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശേഷം ചോദിച്ച സമയത്ത് അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ അല്ലാഹുവേ അത്ഭുതമാണ്, മഹാത്ഭുതമാണ്, മഹാത്ഭുതമാണ്. നമ്മൾ മലകളായി കാണുന്ന പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരു കുഞ്ഞുമക്കൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാ. എനിക്ക് സുഖമാണ് തങ്ങളെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ് എന്റെ പർവ്വതത്തോട്, ആ പർവ്വതത്തിനോട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു വലിയ പ്രത്യേകത നൽകിയിട്ടുണ്ടല്ലോ. ഞാൻ ഒരുപാട് യാത്ര ചെയ്ത പ്രവാചകനാണ്, ഞാൻ ഒരുപാട് വഴിയോരങ്ങളിലൂടെ യാത്ര ചെയ്തവനാ, ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തു പോയവനാണ്. പക്ഷേ ഇന്നവരെ ഇങ്ങനെ ഒരു പ്രകാശമുള്ള പർവ്വതം ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നല്ല പ്രകാശമുള്ള, ഇത്രയും വലിയ വെളിച്ചമുള്ള, ഇത്രയും വലിയ മനോഹരമായ, ഇത്രയും വലിയ സന്തോഷം തരുന്ന ഒരു പർവ്വതവും ഞാൻ കണ്ടിട്ടില്ല പർവ്വതമേ. അതുകൊണ്ട് പറഞ്ഞു തരുക, നിനക്ക് ഈ പ്രകാശം കിട്ടാൻ കാരണമെന്താ? നിനക്ക് എത്രയോ ദൂരങ്ങളിലൂടെ ഞാൻ നടന്നു പോയപ്പോഴാണ് നിന്റെ പ്രകാശം എന്റെ കൺവട്ടത്ത് വന്നത്. എത്രയോ ദൂരങ്ങളിലൂടെ ഞാൻ നടന്നു പോയപ്പോഴാണ് നിന്റെ പ്രകാശം എന്റെ വട്ടത്ത് വന്നത്. പർവ്വതമേ, ഇത്രയും നല്ല പ്രകാശം കിട്ടാ കാരണം എന്താണെന്ന് നീ പറഞ്ഞു തരുമോ പർവ്വതമേ? ആ പർവ്വതം അവിടുന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, തങ്ങളെ എനിക്ക് അല്ലാഹു ഇത്രയും വലിയ ഭാഗ്യം തരാ കാരണം എന്തെന്നറിയോ? എനിക്ക് അല്ലാഹു ഇത്രയും നല്ല മനോഹരമായ സൗന്ദര്യം തരാ കാരണം എന്തെന്നറിയോ? എനിക്ക് അല്ലാഹു ഇത്രയും വലിയ മനോഹരമായ പ്രകാശം തരാ. നിങ്ങൾ പറഞ്ഞല്ലോ ഇത്രയും നല്ല സൗന്ദര്യമുള്ള പർവ്വതം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഇത്രയും നല്ല സൗന്ദര്യം അല്ലാഹു എനിക്ക് തരാ, ഇത്രയും നല്ല പ്രകാശം അല്ലാഹുവിനക്ക് തന്നത് എന്തുകൊണ്ടാ? എന്റെ മണ്ണിന്റെ അടിയില് ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട് തങ്ങളെ. അല്ലാഹുവിന്റെ ഒരു അടിമയായ മനുഷ്യൻ ഈ മണ്ണിന്റെ അടിയിൽ ജീവിക്കുന്നുണ്ട് തങ്ങളെ. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, അത്ഭുതമാണ്, അത്ഭുതമാണ് ഈ ചരിത്രം. പ്രിയപ്പെട്ടവരെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൗതുകത്തോടെ ചോദിക്കുകയാണ്, ആരാണ് പർവ്വതമേ, ആരാണ് പർവ്വതമേ? ഈ പർവ്വതമാകുന്ന പ്രകാശിക്കുന്ന പർവ്വതത്തിന്റെ ഉള്ളിൽ താമസിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ ആരാ? ആ പർവ്വതം അവിടുന്ന് ഈസാ നബിയോട് പറയുകയാണ്, തങ്ങളെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിതമോടെ കൊണ്ട് തങ്ങളെ എന്റെ ഉള്ളിൽ ഒരു തള്ളക്കോഴി കുഞ്ഞു പക്ഷികൾക്ക്, കുഞ്ഞു കോഴികൾക്ക്, കുഞ്ഞു കോഴി കുഞ്ഞുങ്ങൾക്ക് തന്റെ ചിറകിന്റെ ഉള്ളിൽ അഭയം നൽകുന്നത് പോലെ ആ മനുഷ്യനിക്ക് ഞാൻ വർഷങ്ങളായി അഭയം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ എന്റെ ഉള്ളിലാ, ആ മനുഷ്യൻ എന്റെ ഉള്ളിലാണ്. അപ്പോൾ ജബൽ ചോദിച്ചു, എന്താ വേണ്ടത് തങ്ങൾക്ക് എന്നിൽ നിന്നെയും അറിയേണ്ടത്? എന്താ രഹസ്യം നിന്നിലുള്ളത് പറയണം, ഒരു ഭക്തനുള്ളിൽ വസിപ്പുണ്ടറിയണോ? ആ വ്യക്തിയെ പുറത്താക്ക് മലയിൽ നിന്ന്, റബ്ബോട് പ്രാർത്ഥന ചെയ്തു നബിയും അന്ന്.
സുബ്ഹാന റബ്ബി ജബലുടൻ പൊട്ടുന്നതാ ഒരു സുമുഖ വൃദ്ധനകത്തു നിന്നുദിക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഒരു മനുഷ്യൻ ഈ പർവ്വതത്തിന്റെ ഉള്ളിലുണ്ടോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതത്തോടെ പറയുകയാണ്, ആരാണ് പർവ്വതമേ, ആരാണ് പർവ്വതമേ, ഒന്ന് കാണിച്ചു തരുമോ അല്ലാഹ്? ആ പർവ്വതത്തിന്റെ അകത്ത് കഴിയുന്ന ചെറുപ്പക്കാരന് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരുമോ അല്ലാഹ്? മലയുടെ ഉള്ളിൽ താമസിക്കുന്ന ചെറുപ്പക്കാരൻ, പർവ്വതത്തിന്റെ അകത്ത് താമസിക്കുന്ന ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണാൻ നീ എനിക്ക് സൗഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹു പർവ്വതത്തോട് പറയുകയാണ്, പർവ്വതമേ പിളരുക, പർവ്വതമേ പിളരുക, എന്റെ അടിമയ്ക്ക് വേണ്ടി പർവ്വതമേ പിളരുക. പ്രവാചകൻ അങ്ങനെയാണ് മോനെ, പ്രവാചകൻ അങ്ങനെയാണ് മോനെ, പ്രവാചകന്മാരങ്ങനെയാണ് ചെറുപ്പക്കാരാ. ഫറോവയെന്ന കിങ്കരന്റെ സമീപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചെങ്കടലിൽ അടിക്കാൻ വേണ്ടി ഒരു മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചപ്പോ, അല്ലാഹുവേ ചെങ്കടലിൽ ബിസ്മി ചൊല്ലിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ മഹാനരായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടിച്ചപ്പോ ചെങ്കടൽ രണ്ട് ഭാഗത്തേക്ക് പിളർന്നു നിന്ന ചരിത്രം എന്റെ പ്രിയപ്പെട്ട അറബിന്ദ് ലാബ് കേൾക്കുന്ന കുടുംബങ്ങളെ, കുഞ്ഞുനാളിൽ നമ്മളതൊക്കെ പഠിച്ചെടുത്തതാണല്ലോ. നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആരാണ് ഈസാ നബി ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ പുറം ലോകത്തോടെ വിളിച്ചു പറഞ്ഞ പ്രവാചകനാണ്. ഇരുള് നിറഞ്ഞ ഖബറല്ലേ, ഇരുള് നിറഞ്ഞ ഖബറല്ലേ, ഇരുള് നിറഞ്ഞ ഖബറല്ലേ, ആ ഖബറിന്റെ അകത്ത് നടക്കുന്ന മഹാ അത്ഭുതങ്ങളെ ലോകത്തോടെ വിളിച്ചു പറഞ്ഞ പ്രവാചകനാണ് റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാം. ഇൻഷാ അല്ലാഹ് ഖബറിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഖബറിനെ കുറിച്ച് രണ്ട് വാക്കുകൾ കഴിഞ്ഞ പ്രഭാഷണത്തിന്റെ സദസ്സിൽ പറഞ്ഞപ്പോ എത്രയോ മുഅ്മിനീങ്ങൾ പറഞ്ഞതാണ്, ഉസ്താദേ ഖബറെന്ന് പറഞ്ഞു തരോ, കേട്ടിട്ട് കൊതി തീർന്നിട്ടില്ല, പേടിയാണ് ഉസ്താദേ. ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഖബറിലേക്ക് ഇറക്കി വെച്ച രംഗങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ കരഞ്ഞുപോയി. ഖബർ കേൾക്കുമ്പോ ഞങ്ങൾ നന്നാകും ഉസ്താദേ, ഖബർ കേൾക്കുമ്പോ ഞങ്ങൾ നമസ്കരിക്കും ഉസ്താദ്. ഖബറിനെ കുറിച്ച് ഉസ്താദ് എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, പലരും കമന്റിലൂടെ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമ്മുടെ മജ്ലിസുകൾക്കെല്ലാം അല്ലാഹുവിനെ ഇജാബത്ത് തരട്ടെ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പർവ്വതത്തോട് പറയാണ്, പർവ്വതമേ പിളരുക, നിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ചെറുപ്പക്കാരനെ പുറത്തേക്ക് കൊണ്ടുവരിക, നിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ചെറുപ്പക്കാരനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. പരിശുദ്ധമായ അത്ഭുതങ്ങൾ നിറഞ്ഞ റജബിന്റെ ചരിത്രം കേൾക്കുന്ന രാജ്യത്തിന്റെ അകത്തും പുറത്തും ഇരുന്ന അറിവുന്നിലാവുകൾക്കുള്ള ജനലക്ഷങ്ങളോട് ഈ ചരിത്രം ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? ഇതിന്റെ അവസാനം വരെ ഇരുന്ന് കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഈ ചരിത്രം ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പർവ്വതത്തോട് പറയാണ്, പിളരുക പർവ്വതമേ, നിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ചെറുപ്പക്കാരനെ ഞാനൊന്ന് കാണട്ടെ, ആ ചെറുപ്പക്കാരന്റെ പുന്നാരമുഖം ഞാനൊന്ന് ദർശിക്കട്ടെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയേണ്ട താമസം മാഷാ അല്ലാഹ് പർവ്വതം അങ്ങ് രണ്ട് ഭാഗത്തേക്ക് പിളരുകയാണ്, പർവ്വതം അങ്ങ് രണ്ട് ഭാഗത്തേക്ക് പിളരുകയാണ്. ഭൂമി കുലുങ്ങിയില്ല, സമീപത്ത് അപകടങ്ങൾ സംഭവിച്ചില്ല, പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. പർവ്വതത്തിന്റെ ഒരു വിള്ളൽ വന്നാലെന്ന് കേൾക്കുന്നവരല്ലേ, പേടിക്കുന്നവരല്ലേ നമ്മള്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറയുകയാണ്, ആ പർവ്വതത്തൊന്ന് പിളർത്തിയിട്ട് അകത്തുള്ള ആ ചെറുപ്പക്കാരൻ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരുമോ അല്ലാഹ്.
അല്ലാഹുവേ ചരിത്രം പറയുകയാണ് അങ്ങനെ ആ പർവ്വതത്തിന്റെ അകത്ത് നിന്ന് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പുറത്തേക്ക് വരികയാണ്. അത്ഭുതമല്ലേ ചെറുപ്പക്കാരാ? അസ്സലാമു അലൈക്കും യാ നബി അല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറഞ്ഞുകൊണ്ട് ഈസാ നബിയോട് ആ പർവ്വതത്തിന്റെ അകത്ത് നിന്ന് ചെറുപ്പക്കാരൻ കടന്നു വരികയാൽ അല്ലാഹുവേ എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു പ്രകാശമാണ് റബ്ബേ, എന്തൊരു ഗ്ലാമറാണ് റബ്ബേ. ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് കണ്ണിലേക്ക് അത്ഭുതം വരികയാണ്. ഇതെന്തൊരു അത്ഭുതമാണ് അല്ലാഹ്. പർവ്വതത്തിന്റെ അകത്ത് ജീവനോടെ ആ ചെറുപ്പക്കാരനെ ഒരു പോറലും ഏൽക്കാതെ കൊണ്ട് നടക്കാൻ കഴിവുള്ളവനാണ് പടച്ച തമ്പുരാനെന്ന് അറിയുന്നില്ലാവുകൾക്കൊന്ന് പൊന്നുമോളെ നീ മറക്കാൻ പാടില്ല മോളെ. ഒരു ടെൻഷൻ വരുമ്പോ വിഷം കുടിക്കുന്നവരെ, ഒരു പ്രയാസം വരുമ്പോ കയറെടുക്കുന്നവരെ, ഒരു ടെൻഷൻ താങ്ങാതെ വരുമ്പോ ട്രെയിനിന്റെ മുന്നിൽ പോയി തലവെക്കുന്നവരെ ചിന്തിക്കാൻ പാടില്ല മോളെ, ചിന്തിക്കാൻ പാടില്ല മോളെ. മാറ്റം വരണം മോളെ, മാറണം മോളെ, മാറണം മോളെ, മാറണം മോളെ. സീരിയലിന്റെ ലോകത്തിൽ നിന്ന് കേരളക്കര കരകയറിയിട്ടുണ്ട്. അറിവിന്നിലാവിലൂടെ മഹാന്മാരായ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിലൂടെ, മഹാരന്മാരായ ഉസ്താദുമാരുടെ മജ്ലിസിലൂടെ സീരിയലിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മായാലോകമാകുന്ന സിനിമയെയും സീരിയലും ജീവിതത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ ജീവിതമാകുന്ന പരലോകത്തേക്കുള്ള പ്രതിഫലം വാങ്ങാൻ നിലാവെളിച്ചത്തിന്റെ അറിവിൻ നിലാവിന്റെ മജ്ലിസിൽ പൊട്ടിക്കരയുന്ന ഈ സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കണമല്ലാ. സിനിമയും സീരിയലും കണ്ടിട്ട് വിഷമം വരുമ്പോ വിഷം കുടിക്കുന്നവരെ, കയറെടുക്കുന്നവരെ, പ്രയാസങ്ങൾ വരുന്നവരെ, എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും തളരാ പാടില്ല ചെറുപ്പക്കാരാ, തളരാ പാടില്ല പെങ്ങളെ. പടച്ച തമ്പുരാൻ നമ്മെ പരിപാലിക്കാൻ കഴിവുള്ളവനാണ്. അല്ലാഹു നമ്മെ എല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്. ആ പർവ്വതത്തിന്റെ അകത്ത് കഴിയുന്ന ആ മനുഷ്യനെ ഒരു പോറല് പോലും ഏൽക്കാതെ ഭക്ഷണം കൊടുത്തവൻ ആരാ? ശ്വസിക്കാനുള്ള വായു കൊടുത്തതാരാ? ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തതാരാ? അല്ലാഹുവേ നട്ടപ്പാതിനൊക്കെ കറുത്ത പാറയുടെ മുകളിലൂടെ അരിച്ചു പോകുന്ന കറുത്ത ഉറുമ്പിനെ കാണാൻ നമുക്ക് കഴിയില്ല. ആ ഉറുമ്പിനെ പോലും കുഞ്ഞുറുമ്പിനെ പോലും കാണാനും ആ കുഞ്ഞുറുമ്പിനെ ശ്വസിക്കാനുള്ള വായു കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും കഴിവുള്ളവനാണ്. എന്നെയും നിന്നെയും പടച്ച തമ്പുരാനെന്ന് നീ മറക്കല്ലേ. ഒരു ടെൻഷൻ വരുമ്പോ അല്ലാഹുവിനെ കുറ്റം പറയണ്ട. എന്നെ മാത്രമെന്താ അല്ലാഹു കാണാത്തതെന്ന് നീ ചിന്തിക്കണ്ട. നിനക്കെന്തേ ഇങ്ങനത്തെ രോഗം തന്നതെന്ന് നീ ചിന്തിക്കണ്ട. നിനക്കെന്ത് മാത്രമാ, നിനക്ക് മാത്രമെന്തേ കടങ്ങളെ തന്നതെന്ന് നീ ചിന്തിക്കണ്ട ചെറുപ്പക്കാരാ. കഷ്ടപ്പാട് വിശ്വാസികളെ നമുക്ക് പറഞ്ഞതാണ്. ഈ ദുനിയാവ് ആസ്വാദനത്തിനുള്ളതല്ല, ഈ ദുനിയാവ് സന്തോഷിക്കാനുള്ളതല്ല. പക്ഷേ സന്തോഷങ്ങൾ നമുക്ക് വേണമല്ലോ. അല്ലാഹു തരുന്ന പരീക്ഷണങ്ങളെ തട്ടിമാറ്റാതെ രണ്ട് കൈകളെ കൊണ്ട് സ്വീകരിക്കുന്നവനാണെങ്കിൽ ഒരു സങ്കടമില്ലാത്ത ലോകത്തേക്ക് അല്ലാഹു നമ്മെ കൊണ്ടുപോകുമല്ലോ. ഇവിടന്ന് സങ്കടം വന്നാലും ക്ഷമിക്കണം നമ്മളെ, ഇവിടന്ന് ക്യാൻസർ തന്നാലും ക്ഷമിക്കണം നമ്മളെ, ഇവിടന്ന് രോഗം തന്നാലും ക്ഷമിക്കണം നമ്മളെ. എന്തേ എനിക്ക് മാത്രം അല്ലാഹു ഇങ്ങനെ തന്നു എന്ന് നിങ്ങൾ ആലോചിക്കല്ല മോനെ, അങ്ങനെ ആലോചിക്കല്ല മോളെ. ആ പർവ്വതത്തിന്റെ അകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരന് ജീവിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത അല്ലാഹ് ആ റബ്ബ് നിന്നെ കൈവടിയൂല്ല, ആ റബ്ബ് നിന്നെ പട്ടിണിക്കിടൂല്ല, ആ റബ്ബ് നിനക്ക് ദാരിദ്ര്യം തരൂല്ല. നിനക്ക് അല്ലാഹു കടങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ അറിവിന്നിലാവിലൂടെ മദൂർ ശൈഖുനാനെ തവസ്സുലാക്കി ജനലക്ഷങ്ങൾ പൊട്ടിക്കരയുന്ന മജ്ലിസിലിരുന്ന് ആത്മാർത്ഥതയോടെ കൈ ഉയർത്തി പൊട്ടിക്കരയോ ചെറുപ്പക്കാരാ. ഇത് ഏതാ മാസമെന്നറിയോ? ഇത് ഏതാ മാസമെന്നറിയോ? അല്ലാഹു ബഹുമാനിച്ച റജബാണ്, അല്ലാഹു ആദരിച്ച റജബാണ്, അല്ലാഹു സ്നേഹിച്ച റജബാണ്.
റജമാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട റജമാണ്. അല്ലാഹു ബഹുമാനങ്ങൾ നൽകി, ആദരവുകൾ നൽകി, സ്നേഹങ്ങൾ നൽകി നിന്നോട് ചേർത്ത് പിടിച്ച പരിശുദ്ധമായ റജമാ. പറയൂ മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. എല്ലാവരും ചൊല്ലി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. റജബ് മാസം വന്ന മുത്തുനബി ദുആ ചെയ്തതുമായി ഇരിക്കട്ടെ, അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ചരിത്രം പൂർത്തിയാക്കാം. അപ്പൊ പർവ്വതത്തിന്റെ ഉള്ളിൽ കഴിയുന്ന ഈ ചെറുപ്പക്കാരന് വായി കൊടുത്ത റബ്ബേ, റബ്ബ് നമ്മളെ കൈവേടില്ല. സങ്കടം വരുമ്പോഴത്തേക്ക് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരുന്നെടുക്കണ്ട. സങ്കടം വരുമ്പോഴേക്ക് അപ്പോതിനെ എടുക്കാൻ നിൽക്കണ്ട. അല്ലാഹുവേ, മാറ്റം വരണം. നമുക്ക് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കേരളക്കരയിലെ സഹോദരിമാരെ പഴയ പോലെയല്ല എന്ന് ഉമ്മത്തിന്റെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരെ പ്രയാസങ്ങൾ വരുമ്പോ റബ്ബിൽ തവക്കലേൽപ്പിക്കുന്നവരാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്ന അറിവിന്നിലാവിനെ കാത്തിരുന്നിട്ട് റബ്ബേ, എനിക്കുണ്ടായ സങ്കടങ്ങളെല്ലാം ആ മജ്‌ലിസിൽ വെച്ച് തീർക്കണം. 10,000 കുടുംബങ്ങൾ ആമീൻ പറയുന്ന മജ്‌ലിസല്ലേ, മടവൂർ ശൈഖുനാന തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുന്ന മജ്‌ലിസല്ലേ, ആ മജ്‌ലിസിൽ വെച്ചിട്ട് എന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കണോ. ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞതാണ്, ഉസ്താദേ, എന്റെ ജീവിതത്തിന്റെ പകൽ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളും ഒറ്റപ്പെടലും ദുഃഖങ്ങളും കണ്ണീരുമെല്ലാം ഒരു രാത്രിയോടുകൂടി, അന്നത്തെ രാത്രിയുടെ 2 മണിക്കൂർ കൂടി എനിക്ക് മാഞ്ഞു പോവുകയാണ്. അവിടുത്തെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ, മടവൂർ ശൈഖുനാന തവസ്സുൽ ചെയ്യുന്ന മജ്‌ലിസിൽ ഇരിക്കുമ്പോ, ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ, ആ 2 മണിക്കൂർ എനിക്ക് സങ്കടമില്ലാത്ത ജീവിതമാണ്. ആ 2 മണിക്കൂർ എനിക്ക് ടെൻഷൻ ഇല്ലാത്ത ജീവിതമാണ്. ആ 2 മണിക്കൂർ എനിക്ക് വേദന അറിയില്ല. എത്ര ഉമ്മമാരുണ്ട് മജ്‌ലിസിൽ ഇരിക്കുന്നവരെ ചോദിച്ചു നോക്കുക നിങ്ങൾ. അവരോട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവരെ പറഞ്ഞു തരും, പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്ന വേദന അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ കാണൂല. ഒറ്റപ്പെടുന്നവരെ നിങ്ങൾ ഒറ്റക്കല്ല. ഭർത്താവില്ലാത്ത ഭാര്യമാരെ നിങ്ങൾ ഒറ്റക്കല്ല. ഭാര്യമാരില്ലാത്ത ചെറുപ്പക്കാരാ നിങ്ങൾ ഒറ്റക്കല്ല. മക്കളില്ലാത്ത ഉമ്മമാരെ നിങ്ങൾ ഒറ്റക്കല്ല. മാതാപിതാക്കളില്ലാത്ത മക്കളെ നിങ്ങൾ ഒറ്റക്കല്ല. നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് ചിന്തിക്കണ്ട. അറിവിന്നിലാവ് നിങ്ങൾ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. അറിവിന്നിലാവ് നിങ്ങളെ വീടുമുറ്റത്തുണ്ട് പ്രിയപ്പെട്ടവരെ. അറിവിന്നിലാവ് നിങ്ങളെ വീടിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾക്ക് സമാശ്വാസം നൽകാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഏത് സമയത്തും നിങ്ങൾക്ക് ദുആ നടത്തുന്നുണ്ട്. ഏത് സമയത്തും നിങ്ങൾക്ക് പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഏത് സമയത്തും നിങ്ങൾക്ക് ദുആ ചെയ്യുന്നുണ്ട്. ഒരു സയ്യിദിനെ കാണുമ്പോൾ സയ്യിദ് അവറുകളോട് ഞാൻ പറയാറുണ്ട്, അറിവിന്നിലാവിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി തങ്ങളവറുകൾ ദുആ ചെയ്യണം. ആരെ കണ്ടാലും മടവൂർ ശൈഖുനാന സിയാറത്ത് ചെയ്യാത്ത ദിവസങ്ങൾ കുറവാണ്. പാതിരാ സമയത്താണെങ്കിലും മടവൂർ പാപ്പാന്റെ ഹളറത്തിൽ ചെന്ന് പൊട്ടിക്കറിയാത്ത ദിവസം എന്റെ ജീവിതത്തിൽ കുറവാണ്. ശൈഖുനാന്റെ ഹളറത്തിൽ ചെല്ലുമ്പോഴെല്ലാം അറിവിന്നിലാവിന്റെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പറയുന്ന സങ്കടങ്ങളില്ലേ, നിങ്ങൾ പറയുന്ന ദുഃഖങ്ങളില്ലേ, നിങ്ങൾ പറയുന്ന പരാതികളില്ലേ, നിങ്ങൾ പറയുന്ന വിഷമങ്ങളില്ലേ, അതെല്ലാം ശൈഖുനാന്റെ ഹളറത്തിൽ വെച്ച് പറയാറുണ്ട്. മറക്കല്ലേ, മറക്കല്ലേ. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. അതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കണം നമ്മളെ. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാന്മാരായ സാദാത്യങ്ങള്, മഹാന്മാരായ എത്രയോ എത്രയോ ഉമ്മമാര്, ബാപ്പമാര്, ചെറുപ്പക്കാര് ആമീൻ പറയുന്ന പരിശുദ്ധ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് എല്ലാ സങ്കടങ്ങളും റബ്ബിനോട് പറയൂ പ്രിയപ്പെട്ടവരെ. എല്ലാ വിഷമങ്ങളും മഹാന്മാരെ തവസ്സിലാക്കിയിട്ട് അല്ലാഹുവിനോട് നമുക്ക് പറയാം. അല്ലാഹുവേ, അറിവിന്നിലാവിന്റെ ഈ ചരിത്രം മുന്നേറ്റം 313 മജ്‌ലിസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ റമളാനിന്റെ മുന്നിൽ തുടങ്ങിയ പരിശുദ്ധമായ അറിവിന്നിലാവിന്റെ മജ്‌ലിസ് 313ാമത്തെ മജ്‌ലിസാണ് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. റബ്ബേ, നീ വിജയിപ്പിക്കണം അല്ലാഹ്, നീ വിജയിപ്പിക്കണം അല്ലാഹ്, നീ വിജയിപ്പിക്കണേ അല്ലാഹ്, നീ വിജയിപ്പിക്കണേ അല്ലാഹ്, നീ വിജയിപ്പിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ അല്ലാഹുവേ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അതുകൊണ്ട് ഒറ്റപ്പെട്ടു എന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ട. 10,000 നമുക്ക് ആമീൻ പറയാ കൂട്ടിനുണ്ട്, മറക്കല്ലേ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതത്തിലുള്ള ചെറുപ്പക്കാരനോട് പറയുകയാണ്, സലാം പറഞ്ഞിട്ട് മണ്ണിന്റെ അകത്ത് നിന്ന് എണീറ്റ് വന്ന ആ ചെറുപ്പക്കാരനോട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, മോനെ നീ ആരാണ് മോനെ, നീ ആരാണ് മോനെ, നീ ഭാഗ്യവാനാടാ, നീ ഭാഗ്യവാനാടാ, നീ ഭാഗ്യവാനാടാ ചെറുപ്പക്കാരാ. ഒരു പർവ്വതത്തിന്റെ അകത്ത് താമസിക്കാൻ അല്ലാഹു നിനക്ക് കഴിവ് തന്നല്ലോ, ഒരു പർവ്വതത്തിന്റെ അകത്ത് താമസിക്കാൻ അല്ലാഹു നിനക്ക് കഴിവ് തന്നല്ലോ. നീ ആരാ മോനെ, നിന്റെ സ്ഥലം എവിടെയാ മോനെ, എത്ര വർഷമായി പർവ്വതത്തിന്റെ അകത്ത് താമസിക്കുന്നതെന്ന് അറിയാൻ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ ഈസയോടോയാൾ പറയുന്നതാ തനിക്കുള്ള സ്ഥിതിയും വിശദമായി. ഞാൻ മൂസ നബി ഖൗമിന്റെ കാലക്കാരനാ, പ്രാർത്ഥിച്ച പോലെ ലഭിച്ചു ഞാൻ സന്തുഷ്ടനാ. അന്ത്യപ്രവാചകരുള്ള ജനതയിൽ ചേർത്തയായി മരിപ്പിക്കണേ എന്നായിരുന്നു മുഖ്യമായി. 600 വർഷം കൊണ്ട് ഞാൻ ഇതിനുള്ളിലായി. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, 600 വർഷം കൊണ്ട് ഞാൻ ഇതിനുള്ളിലായി ഇബാദത്തിൽ കഴിയുന്ന പ്രസ്തുത മോഹമായി. അല്ലാഹുവേ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്നാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് മോനെ, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരുമോ ചെറുപ്പക്കാരാ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അവിടെ പറയാണ്, തങ്ങളെ ഞാൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തുള്ള ആളാണ് നബിയേ. ഞാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവരിലും നീ ഖൈർ നൽകണേ അല്ലാഹ്. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനാണ് തങ്ങളെ. എത്ര കാലമായി മോനെ നീ പർവ്വതത്തിന്റെ അകത്ത് താമസിക്കുന്നത്, എത്ര കാലമായടാ, എത്ര സമയമായി മോനെ ഈ പർവ്വതത്തിന്റെ അകത്ത് നീ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു തരുമോ. ഈ പർവ്വതത്തിന്റെ അകത്ത് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്നു മോനെ, നീ എങ്ങനെയാണ് ഈ പർവ്വതത്തിന്റെ അകത്ത് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു തരുമോ. ആ ചെറുപ്പക്കാരൻ നമ്മളെ പറയുകയാണ്, 600 വർഷം കൊണ്ട് ഞാൻ ഇതിനുള്ളിലായി ഇബാദത്തിൽ കഴിയുന്ന പ്രസ്തുത മോഹമായി. 600 വർഷമായി നബിയേ, 600 വർഷമായി നബിയേ ഞാൻ ഈ പർവ്വതത്തിന്റെ ഉള്ളിലാണ്, ഞാൻ ഈ പർവ്വതത്തിന്റെ ഉള്ളിലാണ് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുകയാണ് നബിയേ. ഇബാദത്തുമായി 600 വർഷത്തിലേറെയായി നബിയേ ഈ പർവ്വതത്തിന്റെ ഉള്ളിൽ ഞാൻ കഴിഞ്ഞുകൂടുകയാണ് തങ്ങളെ.
60 വർഷമായിട്ടുണ്ടോ? നീ ഏത് കാലഘട്ടക്കാരനാണ്? ഞാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനാണ്. എങ്ങനെയാണ് ചെറുപ്പക്കാരാകെ പർവ്വതത്തിന്റെ ഉള്ളിൽ നീ എത്തിയതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരനെ വളർന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നബിയേ, എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു നബിയേ, എന്റെ മനസ്സിൽ വല്ലാത്തൊരു കൊതിയുണ്ടായിരുന്നു നബിയേ. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനാണെങ്കിലും എനിക്ക് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തേക്ക് എൻ്റെ ആയുസ്സിനെ അല്ലാഹുവേ നീട്ടിത്തരണേ അല്ലാഹ്. എനിക്ക് മുത്തു നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാവണമല്ലാ, എനിക്ക് പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാവണമല്ലാ, എനിക്ക് മുത്തു റസൂലുള്ളാഹിന്റെ സമുദായത്തിൽപ്പെട്ട ആളാവണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അല്ലാഹുവിനോട് നിരന്തരം ദുആ ചെയ്തിരുന്ന നബിയേ. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുകയാണ്, അങ്ങനെ നിരന്തരം ഞാൻ ദുആ ചെയ്തിരുന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തന്നു നബിയേ, എന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം തന്നു തങ്ങളെ. എനിക്ക് അല്ലാഹു ആരോഗ്യം തന്നു നബിയേ, എനിക്ക് അല്ലാഹു ആയുസ് തന്നു നബിയേ. 600 വർഷമായി ഞാൻ ഈ പർവ്വതത്തിന്റെ ഉള്ളിലാണ്, 600 വർഷത്തിലേറെയായി നബിയേ ഈ പർവ്വതത്തിന്റെ അകത്ത് ഞാൻ ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂടുകയാണ്. അല്ലാഹുവേ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, അതുകൊണ്ടാണ് മോനെ ഈ പർവ്വതം ഇങ്ങനെ പ്രകാശിക്കുന്നത് ചെറുപ്പക്കാരാ. നിന്റെ ഇബാദത്തിന്റെ പവർ കൊണ്ട്, നിന്റെ ഇബാദത്തിന്റെ മഹത്വം കൊണ്ട്, നിന്റെ ആരാധനയുടെ മഹത്വം കൊണ്ട്, ആ ഇബാദത്തിന്റെ മഹത്വം കൊണ്ട് മാത്രമാണ് ഈ പർവ്വതം ഇങ്ങനെ പ്രകാശിക്കുന്നതെന്ന് മഹാനരായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്. ഉടനെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ, ഈ ചെറുപ്പക്കാരൻ എത്ര വലിയ ഭാഗ്യവാനാണ് അല്ലാഹ്, ഈ ചെറുപ്പക്കാരൻ എത്ര വലിയ ഭാഗ്യവാനാണ് അല്ലാഹ്. യാ റബ്ബ് ഹൽ ഹലാ വജ്ഹിൽ അർളി അക്റമു അലൈക മിൻ ഹാദാ. അല്ലാഹുവേ, ഞാൻ എത്രയോ ദൂരത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് ഈ പ്രകാശിക്കുന്ന പർവ്വതം എന്റെ കണ്ണിൽ കണ്ടത്. ഈ പ്രകാശത്തിന് അത്രത്തോളം വലിയ പർവ്വതത്തിന് അത്രത്തോളം വലിയ പ്രകാശം കിട്ടാ കാരണം ഈ ചെറുപ്പക്കാരന്റെ ഹിബാദത്താണ്. 600 വർഷമായില്ലേ അല്ലാഹ് ഈ പർവ്വതത്തിന്റെ അകത്ത് ഈ പൊന്നുമോനെ നമസ്കാരമായി കഴിഞ്ഞുകൂടുന്നത്, നോമ്പുമായി കഴിഞ്ഞുകൂടുന്നത് 600 വർഷത്തിലേറെയായില്ലേ ഈ പർവ്വതത്തിന്റെ അകത്ത് ചെറുപ്പക്കാരൻ ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂടുന്നത്. അൽ ഹാദാ അലാ വജ്ഹിൽ അർളി അക്റമു അലൈക മിൻ ഹാദാ. ഈ ചരിത്രം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ, ഇവൻ ഭാഗ്യവാനാണ് റബ്ബേ, ഇവൻ ഭാഗ്യവാനാണ് റബ്ബേ, ഇവനേക്കാൾ വലിയ മഹത്വമുള്ളവൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല, ഇവനേക്കാൾ വലിയ മഹത്വമുള്ള ആരെങ്കിലും ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നുണ്ടോ അല്ലാഹ്, ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നുണ്ടോ അല്ലാഹ്. ഈ മനുഷ്യനേക്കാൾ ഏറ്റവും വലിയ പവറുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ മനുഷ്യൻ ഒരുപാട് ഇബാദത്തെടുക്കുന്നവരല്ലേ, ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്നവരല്ലേ. ഈ മനുഷ്യനേക്കാൾ ഏറ്റവും വലിയ ഇബാദത്തുള്ള ആരെങ്കിലും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലാഹുവേ. ആ സമയത്ത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, നബിയേ, ഉണ്ട് നബിയേ, ഉണ്ട് നബിയേ. യാ ഈസാ മൻ സാമ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ മിൻ റജബ ഫഹുവ അഖറബു മിൻ ഹാദാ.
നബിയെ നിങ്ങൾ എന്താകെ പറയുന്നത്? ഞങ്ങളെ ഈ മനുഷ്യനേക്കാ പവറുള്ളവനുണ്ട് നബിയെ, ഈ മനുഷ്യനേക്കാ മഹത്വമുള്ളവനുണ്ട് നബിയെ, ഈ മനുഷ്യനേക്കാ സ്ഥാനമുള്ളവനുണ്ട് നബിയെ. 600 വർഷമായി പർവ്വതത്തിന്റെ അകത്ത് ഇബാദത്തുമായി നോമ്പുമായി നമസ്കാരമായി കഴിഞ്ഞുകൂടുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനേക്കാൾ വലിയ പവറുള്ളവനുണ്ട് തങ്ങളെ, ആ മനുഷ്യനേക്കാൾ മഹത്വമുള്ളവനുണ്ട് നബിയെ. ആരാണ് ആരാണ് ആരാണ്? മൻ സാമ യൗമൻ മിൻ റജബ ഫഹുവ അക്റമു മിൻ ഹാദാ ഫഹുവ അക്റമു മിൻ ഹാദാ. പരിശുദ്ധമായ റജബ് മാസമില്ലേ, ഞാൻ ഇഷ്ടപ്പെട്ട മാസമായ റജബ് മാസമുണ്ടല്ലോ, ഞാൻ സ്നേഹിച്ച മാസമായ റജബ് മാസം, ഞാൻ ഇഷ്ടപ്പെട്ട മാസമായ റജബ് മാസം, ആ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നോമ്പെടുത്തവൻ ആരാണ്? അവനാണ് അവനാണ് അവനാ. ഈ 600 വർഷമായി ഇബാദത്തുമായി പർവ്വതത്തിന്റെ അകത്ത് കഴിയുന്ന ചെറുപ്പക്കാരനേക്കാൾ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞെങ്കിലേ, അറിവിൻ നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവിൻ നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട അറിവിൻ നിലാവിന്റെ കുടുംബങ്ങളെ, എന്റെ പ്രിയപ്പെട്ട അറിവിൻ നിലാവിന്റെ കുടുംബങ്ങളോട് പറയുകയാണ്, ഭാഗ്യമാണ് ചെറുപ്പക്കാരാ മറക്കല്ലേ, ഭാഗ്യമാണ് ചെറുപ്പക്കാരാ മറക്കല്ലേ. പരിശുദ്ധമായ റജബിന്റെ ഒരു ദിവസം നമ്മൾ നോമ്പെടുത്താൽ, പവിത്രമായ റജബിന്റെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നോമ്പെടുത്താൽ, 600 വർഷമായി പർവ്വതത്തിന്റെ അകത്ത് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന ഈ ചെറുപ്പക്കാരനേക്കാൾ ഏറ്റവും വലിയ സൽക്കർമ്മം ചെയ്തവൻ നിങ്ങളാ, ഏറ്റവും വലിയ സൽക്കർമ്മം ചെയ്ത പദവി അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞെങ്കിലേ, അറിവിൻ നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നമ്മൾ റജബ് മാസത്തിലാണ് മറക്കല്ലേ, നമ്മൾ റജബ് മാസത്തിലാണ് മറക്കല്ലേ. ആ റജബ് മാസത്തിന് അല്ലാഹു തന്ന ശ്രേഷ്ഠത എത്രയാണ്. അല്ലാഹുവേ, പവിത്രമായ റജബിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്, റജബിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്, റജബിന്റെ സ്നേഹം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതാണ് 600 വർഷമായി പർവ്വതത്തിന്റെ അകത്ത് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങൾ, ഈ ചെറുപ്പക്കാരൻ അറിവിൻ നിലാവിന്റെ കുടുംബങ്ങൾ ഈ ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 600 വർഷമായി ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന ഈ ചെറുപ്പക്കാരനേക്കാളും വലിയ മഹത്വം റജബി മാസത്തിൽ ഒരു നോമ്പെടുക്കുന്നവർക്ക് അല്ലാഹു നൽകുമെന്ന് അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയാണ്. അല്ലാഹു നമുക്ക് ഇതിന് തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആമീൻ പറയും. അല്ലാഹു നമുക്ക് ഇതിന് തൗഫീഖ് തരട്ടെ. റജബ് 1 മുതൽ നോമ്പെടുക്കൽ വലിയ സുന്നത്ത്. റജബ് മാസത്തെ വെള്ളിയാഴ്ച രാവ് അഥവാ വരാൻ പോകുന്ന വെള്ളിയാഴ്ച രാവ്, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ബുധൻ വ്യാഴാഴ്ച അത് നമ്മൾ എടുക്കണം. അല്ലാഹു നമുക്ക് ഇതിന് തൗഫീഖ് തരട്ടെ. ആമീൻ പറയും. റജബ് മാസത്തെ വെള്ളിയാഴ്ച രാവിലെ നോമ്പ്, വ്യാഴാഴ്ചത്തെ നോമ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവേ അതിന് കിട്ടുന്ന പ്രതിഫലം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുന്നു. അതിന് കിട്ടുന്ന പ്രതിഫലം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുന്നു. അല്ലാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഉറക്കൊന്നോടി, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇതിന് തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുകൊണ്ട് അറിവിൻ നിലാവിന്റെ കുടുംബങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന വ്യാഴാഴ്ച പകൽ ഇൻഷാ അല്ലാഹ് ചികിത്സ ഉണ്ടാവില്ല. അന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നോമ്പെടുക്കണം. അന്ന് ഇവിടെ സാധാരണ ചികിത്സക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വരി നിൽക്കേണ്ടി വരും. കാരണം അത്രയും ക്യൂ ആണ്. നല്ല ക്ഷമ വേണ്ടി വരും. അത് ആദ്യം തന്നെ പറയാം. അറിവിൻ നിലാവിന്റെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് കുടുങ്ങിന്ന് പറയരുത്. കാരണം എന്താ, നല്ലോണം ക്ഷമ നല്ലവണ്ണം വേണ്ടി വരും. ക്ഷമയിലൂടെ മാത്രമേ അത് സുഖാവുള്ളൂ. അപ്പോ ഇൻഷാ അല്ലാഹ് നാളേക്ക് ഇന്ന് വന്ന ഒരുപാട് ആളുകൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് വന്ന 200ഓളം ആളുകൾക്ക് കാണാൻ പറ്റാതെ തിരിച്ചു പോയിട്ടുണ്ട്. കാരണം സമയമില്ലായിരുന്നു, അത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് വന്ന ആളുകളൊക്കെ നാളേക്കൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളെ പുതുതായി വരുന്ന ആളുകൾ കരുതുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വരലായിരിക്കും നല്ലത്. കാരണം ഇന്ന് വന്ന് മടങ്ങിപ്പോയ ആളുകൾ മുഴുവൻ നാളെ വരും. അപ്പൊ നാളെ നിങ്ങൾ വന്നാൽ മടങ്ങേണ്ടി വരും. കാരണം നമുക്ക് പകല് നോക്കുന്നതിനൊരു ഒരു കണക്ക് വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലൈവ് 8:30
തുടങ്ങണല്ലോ, അത് മുടങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ടൈം വെച്ചത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ പറഞ്ഞു വരുന്നത് വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ചികിത്സ നമുക്ക് ക്ലോസ് ചെയ്യാം. കാരണം വ്യാഴാഴ്ച ചികിത്സയില്ല. കാരണം വ്യാഴാഴ്ച നമ്മൾ നോമ്പെടുക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണെന്ന് അറിയിച്ചാണ് വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് റജബ് മാസത്തെ ഇന്നിപ്പോ നോമ്പുള്ളവർ നമ്മുടെ സദസ്സിലുണ്ടാവും. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അവർ ആമീന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. വ്യാഴാഴ്ച വെള്ളിയാഴ്ച റജബ് മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിന്റെ നോമ്പെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ ലൈവിൽ റെഡി ആണെങ്കിൽ ആണെന്ന് പറയും, ഓക്കെ ആണെന്ന് പറയും. എന്നാൽ ഞാൻ അതിന്റെ പ്രതിഫലം പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ലൈവിൽ ഒന്ന് അറിയിക്കും. ഞാൻ വെള്ളം കുടിക്കട്ടെ. ഒന്ന് അറിയിക്കും. ഓക്കെ ആണോ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. റജബ് മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് റെഡി ആണോ? ഇല്ല? അൽഹംദുലില്ലാഹ്. കുറെ ആളുകളൊക്കെ ആമീൻ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ. എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ. ലക്ഷക്കണക്കിന് ആളുകളുണ്ട് യൂട്യൂബിൽ. 68,000 69,000 ആളുകളുണ്ട്. പക്ഷെ അപ്പൊ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവരും വരട്ടെ. റെഡിയാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഓക്കെയാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഓക്കെ ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് കേട്ടോ. അതിന്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. റജബ് മാസത്തിൽ റെഡിയാണ്. അൽഹംദുലില്ലാഹ്. 313ാമത്തെ മജ്ലിസിന് നല്ല ഭക്ഷണം ഉണ്ടാക്കണുണ്ടോ? എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് 313ാമത്തെ മജ്ലിസിന് ഇൻഷാ അല്ലാഹ് എല്ലാവരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം. നല്ല സൂപ്പർ ഫുഡ് ഉണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. അന്ന് ഭക്ഷണമൊക്കെ വെച്ച് അന്ന് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് വീട്ടിലെ പ്രോഗ്രാം കേൾക്കുക. 313ാമത്തെ മജ്ലിസാണ് വരുന്ന വെള്ളിയാഴ്ച. ഇൻഷാ അല്ലാഹ് 313ാമത്തെ മജ്ലിസ് കഴിഞ്ഞിട്ട് വിശാലമായി നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള സൗകര്യം വേറെ ഒരുക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒരുക്കുന്നുണ്ട്. 313ാമത്തെ മജ്ലിസിന് എല്ലാവരും വന്നാൽ ചിലപ്പോ സ്ഥലം ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയൊരു പ്രോഗ്രാം, അർമിദിലാവിന്റെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയൊരു പ്രോഗ്രാം 313 കഴിഞ്ഞിട്ട് വിശാലമായ ഒരു ഗ്രൗണ്ടിൽ പെർമിറ്റ് ഒക്കെ എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാവിധ സംവിധാനങ്ങളും കൂടി ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ടെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. അന്ന് വാഹനത്തിൽ വരുന്നവർക്ക് വാഹനത്തിൽ വരാം, വാഹനം പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. കാരണം അർമിദിലാവിന്റെ ഒരു പ്രോഗ്രാം നോക്കുമ്പോൾ നമുക്ക് വിശാലമായ സൗകര്യം നിർബന്ധമാണ്. കാരണം കഴിഞ്ഞ പ്രോഗ്രാം മുഴുവനും അങ്ങനെയാണ്. ജനങ്ങൾക്ക് കാലുവെക്കുന്ന സ്ഥലത്തിൽ നിന്ന് എടുത്തു വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടുണ്ട് കഴിഞ്ഞ പ്രോഗ്രാമുകളൊക്കെ നടത്തിയപ്പോൾ. അപ്പൊ ഇൻഷാ അല്ലാഹ് വിശാലമായ ഒരു മൈതാനം കാണുന്നുണ്ട്. അത് എവിടെയാണെന്നും അത് എങ്ങനെയാണ് നടക്കുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയിക്കാൻ നിങ്ങൾ വന്നാൽ മതി. അപ്പൊ പറഞ്ഞു വരുന്നത് വെള്ളിയാഴ്ച രാവിലെ 313ാമത്തെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓൺലൈനിൽ പറ്റുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് എത്തുക. അതല്ലാത്ത ആളുകളൊക്കെ ഓൺലൈനിൽ നിന്നിട്ട് തന്നെ കേൾക്കുക. കാരണം സൗകര്യങ്ങളും അവസ്ഥകളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയല്ലോ. അപ്പൊ വരണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ളാവും. കാരണം അറിവില്ലാവിന്റെ അവസ്ഥ അങ്ങനെയാണ്. നാളെ ആരും വരണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ ഫുള്ളാവും. ഇവിടെ റൂമും ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഫുൾ തന്നെയാണ്. അപ്പൊ അറിയിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നോമ്പെടുക്കാൻ റെഡിയാവും. പരിശുദ്ധമായ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിലെ ആണല്ലോ. അൽഹംദുലില്ലാഹ്. അപ്പൊ റെഡിയാണെന്നാണ് എല്ലാവരും കമന്റിലൂടെ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രതിഫലം പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ കേട്ടോളിട്ടോ. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി ഒരു മുറുക്ക് വെള്ളം കൂടി കുടിക്കട്ടെ. ഒരു 3 സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന്റെ പ്രതിഫലം പറയാൻ പോകട്ടോ. അതിന്റെ പ്രതിഫലം പറയാൻ പോകണം. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ചൊല്ലി. വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു ചൊല്ലി. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله.
അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ വിഷമങ്ങളെ മുഴുവനും നീ മാറ്റണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇത് നെറ്റ് പോയതാണ്, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, റജബുൽ ശഹറുല്ലാഹ് വ ശഅബാനു ശഹരി. അല്ലാഹുവേ റജബ് മാസത്തിന്റെ പവിത്രതകൾ പറയുകയാണ്, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതകൾ പറയുകയാണ്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു നൽകിയ മാസമാണല്ലോ, ഒരുപാട് ശ്രേഷ്ഠതകൾ അല്ലാഹു നൽകിയ മാസമാണല്ലോ. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം കേൾക്കണോ? റജബ് മാസത്തിന്റെ വെള്ളിയാഴ്ച രാവ് നഷ്ടപ്പെടുത്തരുത്, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞ ആ വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് അടുക്കാം അല്ലേ? 2 ദിവസം കഴിഞ്ഞാൽ റജബ് മാസത്തിന്റെ വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് അടുക്കാം. അല്ലാഹു ആ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ, എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ, എല്ലാ ദുഃഖങ്ങളും. റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിന് അല്ലാഹു നൽകിയ ശ്രേഷ്ഠത എത്രയാ? ലൈലത്തുൽ ഖറാഇസ് എന്നാണ് ആ ഒരു രാവിന്റെ പേര്. ലൈലത്തുൽ ഖറാഇസ്. അല്ലാഹുവേ എത്ര വലിയ മഹത്വം, എത്ര വലിയ ശ്രേഷ്ഠത. ലൈലത്തുൽ ഖറാഇസ് എന്നാണ് അതിന്റെ പേര് പറഞ്ഞത്. ലൈലത്തുൽ ഖറാഇസ് എന്താ അങ്ങനെ പേര് വരാൻ കാരണം? റജബ് മാസത്തിന്റെ 1ാമത്തെ വെള്ളിയാഴ്ച രാവിനെ ലൈലത്തുൽ ഖറാഇസ് എന്നാണ് മലക്കുകൾ പറയുന്ന പേര്. മലക്കുകൾ അങ്ങനെ പേര് പറയാൻ കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ മലക്കുകൾ ആ രാത്രിയെ വിളിക്കുന്ന പേര് ലൈലത്തുൽ ഖറാഇസ് എന്നാണ്. ലൈലത്തുൽ ഖറാഇസ് ലൈലത്തുൽ ഖറാഇസ് എന്നാണ് മലക്കുകൾ അന്നത്തെ രാത്രിക്ക് പേര് പറയുന്നത്. അങ്ങനെ പേര് പറയാ കാരണം എന്തെന്നറിയോ? ആ ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ മലക്കുകളെ കഅബ തവാഫ് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ മഹാരഥന്മാരായ മാലാഖമാർ ഇറങ്ങി വരികയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിലെ പവിത്രമായ വെള്ളിയാഴ്ച രാവ്. അല്ലാഹുവേ സാധാരണ വെള്ളിയാഴ്ച രാവ് അറിവിന്റെ ജനലക്ഷങ്ങൾ സ്വലാത്ത് മജ്ലിസ് ചൊല്ലുന്ന രാവുകളാണ്. ഒരു വെള്ളിയാഴ്ച രാവും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ചെറുപ്പക്കാരാ. ഒരു വെള്ളിയാഴ്ച രാവും വെറുതെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ കൂട്ടുകാരാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മൾ മജ്ലിസ് തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഒരു വെള്ളിയാഴ്ച രാവ് നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടിട്ടില്ല. സ്വലാത്ത് മജ്ലിസിൽ ഇരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം തന്നിട്ടുണ്ട്. വഅദിന്റെ മജ്ലിസിൽ ഇരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം തന്നിട്ടുണ്ട്. ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ റജബിലെ വെള്ളിയാഴ്ച രാവിലെ നോമ്പ് നമ്മൾ നഷ്ടപ്പെടുത്തണ്ട. അത് അത്രയും വലിയ പവിത്രതയുള്ള ദിവസമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ രാത്രിയിൽ കഅബ തവാഫ് ചെയ്യുന്നതാണ്. കഅബാലയം തവാഫ് ചെയ്യുന്ന മലക്കുകളോട് അല്ലാഹു പറയുകയാണ്, യാ മലായികതി സലൂനി അല്ലയോ മലക്കുകളെ, എന്ത് വേണമെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കുക. ഇത് റജബ് മാസമാണ്, ഇത് ഞാൻ സ്നേഹിച്ച മാസമാണ്, ഇത് ഞാൻ ഇഷ്ടപ്പെട്ട മാസമാണ്, ഇത് ഞാൻ ബഹുമാനം നൽകിയ മാസമാണ്. അതുകൊണ്ട് സലൂനി എന്ത് വേണമെങ്കിലും ചോദിക്കുക മലക്കുകളെ. നിങ്ങൾ എന്ത് ചോദിച്ചാൽ തരാൻ ഞാൻ റെഡിയാണ്. കാരണം ഇത് റജബാണ്, ഇത് പവിത്രമായ റജബാണ്, ഇത് ബറക്കത്തുള്ള റജബാണ്, ഇത് ശ്രേഷ്ഠതകളുള്ള റജബാണ്. അല്ലാഹുവേ മലക്കുകൾ അവിടെ നിന്ന് പറയാണ്, റബ്ബനാ ഹാജത്തുനാ ഇലൈക അൻ തഗ്ഫിറ ലിസ്വാമി റജബാ.
അല്ലാഹ് ഞങ്ങൾക്ക് ചോദിക്കാൻ ഒരേ ചോദ്യമുള്ള തമ്പുരാനെ, ഒരേ ഒരു ചോദ്യം മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ അല്ലാഹ്. ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്. അല്ലാഹുവേ, മലക്കുള്ളവിടെന്ന് പറയുകയാണ്, മലക്കുള്ളവിടെന്ന് പറയുകയാണ്, റബ്ബനാ റബ്ബനാ ഹാജത്തുനാ ഇലൈക അൻ തഗ്ഫിറ ലിസ്വാമി റജബ. പരിശുദ്ധമായ റജബ് മാസത്തിലെ പരിശുദ്ധമായ റജബ് മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അഥവാ വരാൻ പോകുന്ന വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിന്റെ മാലാഖമാരെ കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് വിളിച്ചു പറയുന്ന പറച്ചിലാണ്, റബ്ബേ റബ്ബനാ ഹാജത്തുനാ ഇലൈക അൻ തഗ്ഫിറ ലിസ്വാമി റജബ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ ഹാജത്തുനാ ഇലൈക അൻ തഗ്ഫിറ ലിസ്വാമി റജബ. അല്ലാഹുവേ, പരിശുദ്ധമായ റജബ് മാസത്തിലെ പവിത്രമായ റജബ് മാസത്തിലെ ആ റജബ് മാസത്തിലെ നോമ്പെടുത്തവരുണ്ട് റഹ്മാനെ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. വെള്ളിയാഴ്ച രാവാണ് റബ്ബേ, റജബിലെ വെള്ളിയാഴ്ച രാവാണ് റബ്ബേ. ആ പവിത്രമായ റജബിലെ വെള്ളിയാഴ്ച രാവിലെ നോമ്പെടുത്ത ഈ പ്രിയപ്പെട്ടവരുണ്ട് റഹ്മാനെ, അവർക്ക് നീ പുറത്തു കൊടുക്കണമല്ലാ എന്ന് പറഞ്ഞിട്ട് മലക്കുകളെ കഅബാലയത്തിന്റെ സമീപത്ത് നിന്ന് ദുആ ചെയ്യുമെന്ന. ആരാ ദുആ ചെയ്യുന്നത്? ചെറുപ്പക്കാരാ, അറിവിൻ നിലാവ് കേൾക്കുന്ന പെങ്ങളെ, അന്നത്തെ ദിവസം നമ്മൾ പട്ടിണി കിടന്നാൽ എന്താ, നമുക്ക് അല്ലാഹുവിന്റെ മലക്കുകളെ ദുആ ചെയ്യുമല്ലോ. സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളുമായി അറിവിൻ നിലാവിന്റെ മജ്‌ലിസിൽ ഒരു ചരിത്രം കുറിക്കാൻ പോവുകയാണ്. അന്നത്തെ വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച എല്ലാവരും നോമ്പെടുക്കണം. കഴിയുന്നവരെല്ലാം നോമ്പെടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അന്ന് ഇൻഷാ അല്ലാഹ് ഒരു പുതിയ ചരിത്രം. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച എല്ലാവരും നോമ്പെടുത്തിട്ട് പറ്റുന്നവരിട്ടോ, പറ്റുന്നവര് രോഗമുള്ളവര് വേണ്ട, ഭർത്താവിന്റെ സമ്മതമല്ലാതെ വേണ്ട, ഭർത്താക്കന്മാരെ അന്നത്തെ ദിവസം സമ്മതമൊക്കെ കൊടുക്കി, വിഷമൊന്നും ഇല്ലെങ്കിൽ പ്രയാസമൊന്നുമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ്. കുഞ്ഞു മക്കളൊക്കെ പറ്റാവുന്നവർ ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പൊ പറ്റുന്നവരൊക്കെ അന്ന് നോമ്പെടുക്കുക. അന്ന് നോമ്പെടുത്തിട്ട് അന്ന് നോമ്പെടുത്താൽ മലക്കുകൾ അന്ന് കഅബ തവാഫ് ചെയ്തുകൊണ്ട് മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുമെന്നാണ്. അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹുവേ ഇൻഷാ അല്ലാഹ് അതിന്റെ നിയ്യത്തൊക്കെ ഇൻഷാ അല്ലാഹ്